ഇന്ന് വരുമെന്ന് എനിക്കറിയായിരുന്നു. വാങ്ങിച്ചോളൂ. അല്ല, ഞാൻ വേണ്ട, ഇപ്പൊ ഒന്നും പറയണ്ട. എല്ലാം എനിക്കറിയാം. എന്റെ ഈശോയെ, ഇത് എന്ത് ബാൻഡാണ്? അവിടെ ഇവിടെ പിടിക്കണല്ല പണ്ടാരം. നീയാണാ? നീ ഇതെപ്പോഴിറങ്ങി? ഇന്ന് രാവിലെ. ഈ താടിയും മീശയും ഒക്കെ വളർത്തിയ ഒരുമാതിരി പിച്ചക്കാരനെ പോലെ ഉണ്ടല്ല. കാണാൻ നല്ല ശേലാണ് കേട്ടാ. മറ്റവൻ എന്തിയേ? അകത്ത് തന്നെയാണ്? അല്ല, വിട്ടു. ഞങ്ങള് രണ്ടു വഴിക്ക് പിരിഞ്ഞു. ഇത് പണ്ടേ ചെയ്യാൻ പാടില്ലായിരുന്നു. ഇപ്പോഴെങ്കിലും നിനക്ക് നല്ല ബുദ്ധി തോന്നിയല്ല. നീ മുറിയിലോട്ടല്ലേ, ഞാൻ ഉണങ്ങിയ തുണി എടുക്കാൻ പോണേണ്. എന്നിട്ട് വേണേ കളസറായി ഒന്ന് മാറ്റാൻ. ഞാൻ അങ്ങോട്ട് വരണുണ്ട് കേട്ടാ. കത്തുണ്ടായിരുന്നു. ക്ഷമിക്കണം. അമ്മയുടേതാണെന്ന് മനസ്സിലായതുകൊണ്ടാ ഞാനിത് പൊട്ടിച്ചത്. കത്ത് ചാക്കുണ്ണിയുടെ കയ്യിൽ അങ്ങോട്ട് കൊടുത്തയക്കണമെന്ന് വിചാരിച്ചതാ. പിന്നെ തോന്നി എന്തിനാ സേതുവിനെ വിഷമിപ്പിക്കുന്നെന്ന്. മാസമായി അമ്മയ്ക്ക് കാശ് അയച്ചിട്ട്. പട്ടിണി കിടന്നിട്ടാണെങ്കിലും ഒരിക്കലും ഞാനത് മുടക്കാത്ത. ഇതാ സേതുവിന്റെ അമ്മയ്ക്ക് അയച്ച മണി ഓർഡറിന്റേതാ. ഒരു മാസം പോലും മുടക്കിയിട്ടില്ല. ഇപ്പൊ തന്നെ ഒരുപാട് പണം ഞാൻ രത്നയ്ക്ക് തരാനുണ്ട്. ഇങ്ങനെ ബുദ്ധിമുട്ടിക്കേണ്ടി വന്നതിൽ എനിക്ക് വേണ്ട, ഒന്നും പറയണ്ട. കഴിഞ്ഞ എല്ലാം മറക്കണം. ഇനിയെങ്കിലും ഒരു ജോലിക്ക് ശ്രമിച്ചൂടെ? എന്ത് കിട്ടിയാലും മടിക്കരുത്. രത്ന പറഞ്ഞാ ശരി. ഒരു പുതിയ അധ്യായം എന്നൊക്കെ പറയില്ലേ, ഞാൻ ഇനി അതിനു വേണ്ടിയാ ശ്രമിക്കുന്നു. ഇവൻ ഭാര്യമർദ്ദിനിയാണ്. നീരങ്ങ് പിടിപ്പിച്ചേ. വേണ്ട കൊണ്ടേട്ടാ, മനസ്സിനൊരു സുഖമില്ല. അതിനാണ് ഈ സാധനം, സർവ്വദുഃഖ സംഹാരിണി. എല്ലാ ദുഃഖവും മറക്കാനായിട്ട് കർത്താവ് കണ്ടുപിടിച്ച ആനാമ്പള്ളമാണിവള്. നീ പിടിപ്പീര്. ഏയ്, എന്തായാലും എനിക്കൊന്നും വേണ്ട. നീ മോങ്ങണ്ടാ, നിനക്ക് നല്ലൊരു ജോലി ശരിയാവും. ജോലിക്ക് വേണ്ടി എവിടെയെങ്കിലും ചെന്നാ കാണിക്കാൻ ഒരു ഡിഗ്രിയോ സർട്ടിഫിക്കറ്റോ വേണ്ടേ? നീ BA വരെ പോയിട്ട് സർട്ടിഫിക്കറ്റ് ഒന്നും കിട്ടിയില്ലേ? കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാതെ അതൊന്നും കിട്ടില്ല ചാക്കുണ്ണിയേട്ടാ. സർട്ടിഫിക്കറ്റിലൊന്നും ഇപ്പൊ വലിയ കാര്യമൊന്നുമില്ല. അതൊക്കെ പണ്ടായിരുന്നു. നമ്മുടെ പാപ്പച്ചൻ മുതലാളിയില്ലേ, നീയൊക്കെ പഠിച്ചിരുന്ന പോലത്തെ 10 കോളേജുകൾ വിലയ്ക്ക് വാങ്ങിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. 2ാം ക്ലാസ് ഡ്രില്ലുമാണ്. പുള്ളിക്കാരന്റെ കയ്യിൽ നിന്നൊരു സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു തന്നാ മതിയാ. നീ എന്താടാ പിന്നെ അണ്ടികളഞ്ഞ അണ്ണാനെ പോലിരിക്കണത്? ഏതെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ നിനക്ക് രക്ഷപ്പെടാൻ പറ്റുവാന്ന്? അതിന് എവിടുന്ന ചാക്കുണ്ണിയുടെ സർട്ടിഫിക്കറ്റ്? നീ ഇവിടെ ഇരി, ഞാൻ ദേ വന്നു. ഈശോയേ, വീട്ടിൽ ചെന്ന് അമ്മയെ കണ്ടിട്ട് വേണം എസ്റ്റേറ്റിലേക്ക് പോവാൻ. അവിടെ ചെന്ന ഉടനെ ഞാൻ എഴുതാം. പോട്ടെ. ശരി.
ആരാ രത്നമ്മ? ഞാനാ. വേറെ കത്തുണ്ട്. പ്രിയപ്പെട്ട രത്നയ്ക്ക്, എഴുതാൻ വൈകൽ ക്ഷമിക്കണം. ജോലിയിൽ ചേർന്ന് സ്വസ്ഥമായിട്ടാവാം എന്ന് കരുതിയത് കൊണ്ടാണ് താമസിച്ചത്. ചാക്കുണ്ണിയേട്ടന്റെ ബന്ധു വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു തരുന്നുണ്ട്. ചാക്കുണ്ണിയേട്ടനോട് എന്റെ പ്രത്യേക അന്വേഷണം പറയണം. തീർത്താൽ തീരാത്ത കടപ്പാടുണ്ട് എനിക്ക് ആ മനുഷ്യനോട്. ആരുടെ എഴുത്താണ്? സേതുവിന്റെയാണ്. പ്രത്യേകം അന്വേഷിച്ചിട്ടുണ്ട്. അതെനിക്കറിയാം. അവൻ സ്നേഹമുള്ളവനാണ് കേട്ടാ. കർത്താവ് എപ്പോഴും പറയാറുള്ള പോലെ നമ്മൾ അന്യരെ സ്നേഹിച്ച അന്യര് നമ്മളെ സ്നേഹിക്കും. മതി മതി. തന്നെ കാണാൻ എനിക്ക് കൊതിയാവുന്നു. ലീവ് കിട്ടിയാൽ ഉടനെ ഞാൻ അവിടെ എത്തും. കത്ത് ചുരുക്കുന്നു എന്ന് സ്വന്തം ചെയ്തു. മേൽവിലാസം ഒന്നും എഴുതിയിട്ടില്ലല്ലോ. അതെ, ചിലപ്പോഴേ താമസിക്കാൻ ഇടം കിട്ടി കാണൂല, അതുകൊണ്ടായിരിക്കും. ആ, ഏതായാലും പച്ച പിടിച്ചല്ല, ഞാൻ പോയി തുണി തിരുമ്പി വെച്ചും വരാം. എന്റെ ഈശോയെ, എപ്പ തുണി തൊട്ടാലും അപ്പ തുടങ്ങും മഴ. என்ன முருகேஷா சௌக்கியமா? சௌக்கியங்க. என்ன இது வரைக்கும் ட்ரிப் ஒன்றும் போலையா? ஒரு ட்ரிப் போயிட்டதுங்க. கொஞ்சம் ஸ்பீடு பண்ணிங்க. சரிங்க. வணக்கம் சார். வணக்கம். ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. ആൽബർട്ട്, നമ്മുടെ ജീവൻ ബ്ലോക്കിലെ നോർത്ത് സൈഡ് ഫെൻസിംഗ് മുഴുവൻ വീണെടുക്കുക. അതൊന്ന് റിപ്പയർ ചെയ്യാൻ പറയണമല്ലോ. സർ, ഞാൻ അവിടെ പോയിരുന്നു. നമ്മുടെ ലേബേഴ്സിനോട്ട് അയച്ചിട്ടുണ്ട്. വെരി ഗുഡ്. ഞാൻ എന്തോ പറയണമെന്ന് വിചാരിച്ചു. എനിവേ യു കം വിത്ത് മീ. സർ, ഞാൻ ആ പ്ലാനറ്റ് കാർത്തിയന്റെ വീട് വരെ ഒന്ന് പോവാണ്. നാളെ മോർണിംഗ് ആൽബർട്ട് ബംഗ്ലാവിൽ നിന്ന് വരും. ബാങ്കിൽ മറ്റും പോകേണ്ട ആവശ്യമുണ്ട്. സർ. ആ മാനേജർ ലീവ് കഴിഞ്ഞ് എന്ന് വരുമോ എന്ന്. സമയായി, വേഗം പോ. நல்ல பிரபையாம். நம்ம முதலாளி கூட கார்ல இருந்த அந்த பெண்குட்டி யாரு? தெரியாதா சார்? நம்ம முதலாளி அம்மாவோட அண்ணன் பரதமேனோ சார் பொண்ணு. கொஞ்ச நாளா இங்கதான் தங்கி இருக்கு. என்ன விஷயம் சார்?